അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഷോർട്സ് കുറേ അപ്ലോഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉമ്മാനെ നോക്കാൻ ഫാദിനെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ വീട് വിട്ട് പോവലില്ല. ഉമ്മാനാക്കിയിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകും. ഇന്നിപ്പോൾ ഫാദിനോടാക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് പോയി വരാൻ പറ്റിയൊരു സ്ഥലത്തേക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഓനൊക്കെ ആക്കിയാണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ വീട്ടിൽ വന്ന ന്യൂ മെമ്പറിനെ കാണാനാണ് കേട്ടോ. മുഹമ്മദ് ഐസിൻ എന്നാണ് പേരിട്ടത്. ഞാൻ സുലൈമാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്സൊക്കെ ഇട്ടിരുന്നു. സുലൈമാനൊന്നല്ല, അതൊക്കെ അജു പറഞ്ഞ പേരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓനെ കാണാൻ വേണ്ടി പോകണം. ഓൻ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല നമ്മളിവിടെയൊക്കെ ഇനിയിപ്പോൾ എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല, ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. കുട്ടീൻ്റെ പാൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രസവിച്ചെടുക്കുമ്പോൾ പ്രസവരക്ഷാ മരുന്നുകൾ, പിന്നെ അതേപോലെ തൊട്ടി തുണി, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മൾ കേട്ടോ. ആദ്യം നമ്മൾ കയറിയത് ഒരു ആര്യവൈദ്യശാലയിലാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് കൊമ്പുളിക, കൊമ്പനാതി ഗുളിക ഉണ്ടല്ലോ, കൊമ്പനാതി ഗുളിക, പിന്നെ അതേപോലെ വയമ്പ്, കായം, ചായം, പിന്നെ പ്രസവരക്ഷാ മരുന്നുകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ കുളിമരുന്ന്, അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ നമ്മൾ പോയത് ഫാൻസിയിലാണ്. അവിടെ പോയിട്ട് കുട്ടിക്ക് വേണ്ട പൗഡർ, കൺമിഷി, ക്രീം, ലോഷൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നമ്മൾ ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വാങ്ങി നമ്മളെല്ലാം. അപ്പോൾ അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് രണ്ട് നാത്തുമാരാണുള്ളത്. ഒരു രണ്ടാളും ഉണ്ടായിരുന്നു. ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ മക്കളും ഞാനും എൻ്റെ മക്കളും അങ്ങനെയാണ് പോയത്. അപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റ് കൊള്ളേണ്ട ആളുകളൊക്കെ ഉണ്ട് ആ വണ്ടിയിൽ കേട്ടോ. പക്ഷെ എന്നാലും ആ പോക്കിനൊരു രസം ഉണ്ടായിരുന്നു, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിയിട്ടൊക്കെ. പിന്നെ അവിടെ എത്തി അധികം നമ്മൾ നിന്നിട്ടില്ല, വേഗം പോകുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് വന്നിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോയിട്ടോ. എൻ്റെ വീട്ടിൽ അന്ന് എൻ്റെ ഉമ്മയും ആപ്പയും ഫാദിയും താത്താൻ്റെ കുട്ടി റിഹാനും ഒരു മംഗലാപുരം പോവുകയാണ്, അഫിൻ്റെ അടുത്ത് പോവുകയാണ് അവർ. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രോളി ബാഗ് കൊണ്ടുവരാൻ പോയതാണ് കേട്ടോ. ഞാനും കെട്ടിയവനും ഭാവിയുടെയാണ് ആ പച്ച കുപ്പായ ഇങ്ങനെ നിരങ്ങി നടക്കുന്നതായി. പിന്നെ അവർക്ക് ആഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഹലുവയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അതൊക്കെയാണ് കൊണ്ടുവരിക. പിന്നെ അവിടുന്ന് വരുമ്പോൾ അവിടെ